കാസർഗോഡും കണ്ണൂരും ഇന്നലെ രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും വിവിധയിടങ്ങളിൽ നാശനഷ്ടങ്ങളുണ്ടായി. കോഴിക്കോട് മലയോര പ്രദേശങ്ങളായ വിലങ്ങാട്, കോടഞ്ചേരി, മുക്കം തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഏറ്റവും ദുരിതം. കോടഞ്ചേരി പൂളപ്പാറയിൽ റോഡിലേക്ക് മരം കടപുഴകി വീണു. മുക്കം മാമ്പറ്റയിലും ആൽമരം കടപുഴകി വീണ് വൈദ്യുതി ലൈനുകൾ തകർന്നു. പ്രദേശത്ത് വൈദ്യുതിയും തകരാറിലായി. പിന്നീട് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചു. കോടഞ്ചേരിക്കടുത്ത് തോട്ടിൽ മീൻ പിടിക്കുന്നതിനിടെ ഷോക്കേറ്റ് മരിച്ച സഹോദരങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും. ചന്ദ്രൻകുന്നിൽ നിതിൻ, എബിൻ എന്ന 14ഉം 10ഉം വയസ്സുള്ള കുട്ടികളാണ് മരിച്ചത്. ശക്തമായ കാറ്റിൽ വൈദ്യുതി ലൈനിന് മുകളിലേക്ക് മരം വീണ് ലൈൻ പൊട്ടി വെള്ളത്തിൽ വീണാണ് അപകടമുണ്ടായത്. സ്ഥിരമായിട്ട് കുളിക്കുന്ന സ്ഥലം. അതിന്റെ തലേദിവസം ഒരു 15 പിള്ളേരോളം ആ സമയത്തുണ്ടായിരുന്നു അവിടെ. കുട്ടികൾ പഠിക്കുകയായിരുന്നു. കാസർഗോഡ് ഇന്നലെ രാത്രി മുതൽ പെയ്ത ശക്തമായ മഴയ്ക്ക് നേരിയ ശമനമുണ്ട്. എന്നാൽ രാത്രിയിലെ മഴയിൽ വലിയ നാശനഷ്ടങ്ങളുണ്ടായി. ശക്തമായ കാറ്റിൽ തുരുത്തി പതിക്കാലിൽ കർഷകന്റെ ഷെഡ് തെങ്ങ് വീണ് തകർന്നു. ഷെഡിലുണ്ടായിരുന്ന പശുക്കൾക്ക് പരിക്കേറ്റു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വ്യാപകമായി വൈദ്യുതി നിലച്ചു. കാസർഗോഡ്, ബദിയടുക്ക, വിദ്യാനഗർ പ്രദേശങ്ങൾ ഇതോടെ ഇരുട്ടിലായി. കണ്ണൂരിലെ എളയാവൂരിൽ ഒരു വീടിന്റെ മേൽക്കൂര പറന്നുപോയി. ജില്ലയിൽ പലയിടത്തും മരങ്ങൾ പൊട്ടിവീണ് വൈദ്യുതി മുടങ്ങി. മഴ കനത്തതോടെ വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് നെന്മേനി, പാമുകുനി ഉന്നതിയിലെ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. മന്മഥമൂല, ആലത്തൂർ, അത്തിക്കുനി, കല്ലുമുക്ക് ഉന്നതി, ചിറമൂൽ, ചുണ്ടക്കുനി ഉന്നതി പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടു. കല്ലൂർ പുഴ കരകവിഞ്ഞതോടെ മുത്തങ്ങ മന്മഥമൂല റോഡിൽ വെള്ളം കയറി. കൽപ്പറ്റ ജില്ലാ പോലീസ് ഓഫീസ് ജംഗ്ഷനിൽ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. മലപ്പുറത്തും വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത്. നിലമ്പൂർ വല്ലപ്പുഴയിൽ മധ്യവയസ്കനെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. വല്ലപ്പുഴ സ്വദേശി മനോലൻ റഷീദാണ് മരിച്ചത്. കരുളായിൽ വീടിന്റെ മുകളിലേക്ക് മരം വീണു. ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചുമാറ്റി. ന്യൂസ് ഡെസ്ക്, മാതൃഭൂമി ന്യൂസ്.